ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓറിയോ കേക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. വെറും 3 ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആകെ 3 ചേരുവകളുടെ ആവശ്യമുള്ളൂ. 2 ഓറിയോ പാക്കറ്റ്, ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/2 കപ്പ് പാല്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിൽ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഇവിടെ ഒട്ടിച്ചെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചെറിയ മിക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് ഓറിയോ ആദ്യം ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഇതിൽ ക്രീമൊന്നും മാറ്റണില്ല, അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഒരു പാക്കറ്റിൽ 12 എണ്ണം ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 24 എണ്ണം. ഞാനിപ്പോൾ ഒരു പാക്കറ്റാണ് ഫസ്റ്റ് പൊടിച്ചെടുക്കണേ. നന്നായിട്ട് അത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അത് ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ, ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാക്കറ്റ് ഓറിയോ ഇതേപോലെ ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു പാക്കറ്റും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 പാക്കറ്റ് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ആ ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഈ സ്പാച്ചിൽ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം മിക്സായി വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളത് ആദ്യം 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനിയും പോരായികണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്പാച്ചിൽ വെച്ച് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ആ പാലും ഈ പൗഡറെല്ലാം കൂടെ മിക്സായി വരുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഒരു പൊടിക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ്. ഓവറായിട്ട് ലൂസല്ല, കുറച്ചൊന്ന് ലൂസാവാൻ, ആ ഒരു റിബൺ കൺസിസ്റ്റൻസിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. 3 ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ബാറ്റർ ഉണ്ടാക്കിയേക്കണേ. ഓറിയോ ബിസ്ക്കറ്റ്, പാല്, ബേക്കിംഗ് പൗഡർ. സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഓവനും ഇല്ല, ബീറ്ററും ഇല്ല, എളുപ്പമാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതാണ് റിബൺ കൺസിസ്റ്റൻസി. ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബാറ്റർ. എപ്പോഴും റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കണേ. നല്ലതുപോലെ കുറേ വട്ടം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 40 തൊട്ട് 45 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ ഫ്ലെയിം അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കാണ്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കുത്തിയിട്ട് ഈ സ്റ്റിക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം അത് നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇത് നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ സൈഡിൽ നിന്ന് മാറ്റാം. ചൂടാറിയതിന് ശേഷം അത് മാറ്റിയാൽ മതി, ഇല്ലെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. അടിയിലെ ബട്ടർ പേപ്പർ ഇനി മാറ്റാം. കണ്ടോ, നല്ല സ്പോഞ്ച് കേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, പെർഫെക്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട്. കുഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഐസിങ് ചെയ്യാം, ചോക്ലേറ്റൊക്കെ വെച്ചിട്ട്. പക്ഷേ ഞാനതൊന്നും ഇവിടെ ചെയ്യണില്ല. കണ്ടോ, കട്ട് ചെയ്യുമ്പോൾ എന്ത് സോഫ്റ്റായിട്ടാണ് പോകണേന്ന് നോക്കിയേ. കുഴിഞ്ഞിങ്ങനെ സോഫ്റ്റായിട്ട് പോവാം. ഇനി ഒരു പീസ് എടുത്ത് നമുക്ക് നോക്കാം. കണ്ടോ, അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഓറിയോ കേക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്.